ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അങ്ങനെ അവസാനം മനോലോ മാർക്കസിന് കീഴിലെ ടീം ഇന്ത്യ അവരുടെ ആദ്യത്തെ വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. മാൽദീവ്സിനെതിരെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് ഫ്രണ്ട്ലി മാച്ചിൽ ക്ലീൻ ഷീറ്റോട് കൂടിയുള്ള ഒരു വിജയമാണ് ഇന്ത്യ നേടിയെടുത്തിട്ടുള്ളത്. താരതമ്യേന കഴിഞ്ഞ റീസെൻ്റ് ആയിട്ടുള്ള മാച്ചുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിരുന്നു. പക്ഷേ ആ ഈസി ആയിട്ടുള്ള മാച്ചിൽ നമുക്ക് അർഹിക്കുന്ന ആ ഒരു ഗോൾ ഡിഫറൻസിൽ ഓപ്പണൻസിനെതിരെ ഡോമിനൻസോട് കൂടി നേടിയിട്ടുള്ള ഒരു വിജയം എന്നുള്ളത് തീർച്ചയായിട്ടും എടുത്ത് പറയാൻ പറ്റും. ആൻഡ് റീസെൻ്റ് ആയിട്ടുള്ള മാച്ചുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഉയർന്ന ഗോൾ ഡിഫറൻസിൽ അല്ലെങ്കിൽ ഗോൾ മാർജിനിൽ ഇന്ത്യ ജയിച്ചിട്ടുള്ള ഒരു മാച്ച് കൂടിയാണ്. ആൻഡ് അവിടെ ഈ ഒരു മാച്ചിൽ ഞാൻ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചൊരു കാര്യം, അല്ലെങ്കിൽ മാച്ചിലുടനീളം ഞാൻ നോട്ടീസ് എൻജോയ് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ഈ മാച്ചിൽ നമ്മൾ വിങ്ങേഴ്സിനെ യൂസ് ചെയ്തിരിക്കുന്ന രീതിയാണ്. ലൈനപ്പിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ഹാഫിൽ ലിസ്റ്റൻ കൊളാസോയും അതുപോലെ തന്നെ നമ്മുടെ നൗറം മഹേഷ് സിംഗുമാണ് ലൈനപ്പിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇവരെ യൂസ് ചെയ്ത രീതി, നമ്മൾ നൗറം മഹേഷിനൊക്കെ സാധാരണഗതിയിൽ ഈസ്റ്റ് ബംഗാളൊക്കെ യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ഒരു ഹീറ്റ് മാപ്പൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ കൂടുതലും അദ്ദേഹത്തെ കാണാറുള്ളത് ലെഫ്റ്റ് സൈഡിലാണ്. ആ ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള സപ്ലൈസും അവിടെ നിന്ന് ഗോൾ സ്കോർ ചെയ്യുന്ന രീതിയിലേക്കാണ് നമ്മൾ കൂടുതലും മഹേഷിനെ കണ്ടുള്ളത്. അതേസമയം ലിസ്റ്റനിലേക്ക് വരുമ്പോൾ ലിസ്റ്റൻ കൂടുതലും ഒരു റൈറ്റ് ഫുട്ടർ ആണെങ്കിലും ലെഫ്റ്റ് സൈഡിൽ ഒരു ഇൻവേർട്ടഡ് വിങ്ങർ എന്ന രീതിയിലാണ് മോഹൻ ബഗാനൊക്കെ ഉപയോഗിക്കാറുള്ളത്. ഇവിടേക്ക് വരുമ്പോൾ ഈ രണ്ടുപേരെയും ഒരുമിച്ച് നമ്മൾ ലൈനപ്പിൽ കാണുന്നുണ്ട്. ഇവരുടെ പൊസിഷൻ വെച്ച് നോക്കുമ്പോൾ നൗറം മഹേഷ് റൈറ്റിലും അതുപോലെ തന്നെ ലിസ്റ്റൻ ലെഫ്റ്റിലായിട്ടാണ് കാണുന്നത്. ആൻഡ് ഈ വിങ്ങേഴ്സ് രണ്ടുപേരും അവിടെ പെർഫെക്റ്റ് ഫുട്ട് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സമയത്ത് കൂടുതലും ഇൻസൈഡിലേക്ക് കയറാനും ഇൻസൈഡിലേക്ക് ചാൻസസ് ക്രിയേറ്റ് ചെയ്യാനും അവരുടെ പൊസിഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഹാഫ് സ്പേസസിൽ, ആ ഒരു വൈഡ് ഏരിയസിൽ മാത്രമല്ലാതെ ആ ഒരു എക്സ്ട്രീംസിൽ മാത്രമല്ലാതെ ഹാഫ് സ്പേസസിലേക്ക് നല്ല രീതിയിൽ കയറി നിന്ന് കളിക്കാൻ ഈ രണ്ട് പ്ലേയേഴ്സിന് സാധിച്ചിട്ടുണ്ട്. നമ്മൾ മുൻപ് നമ്മുടെ ഇഗോർ സ്റ്റിമാച്ച് ഇന്ത്യൻ ടീമിനെ പരിശീലിപ്പിക്കുന്ന സമയത്തൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ കുറച്ചൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള നോർമൽ ഓർത്തഡോക്സ് വിങ്ങേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് ക്രോസുകളെ അമിതമായിട്ട് ആശ്രയിക്കുന്ന രീതിയിൽ ഇഗോർ സ്റ്റിമാച്ച് മാറുണ്ടായിരുന്നു, ബിപിൻ സിംഗിനെയും ചാങ്തേക്ക് യൂസ് ചെയ്തിട്ട്. പക്ഷേ ഇവിടെ ഈ പറഞ്ഞ ഒരു ഇൻവേർഷൻ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഇൻവേർട്ടഡ് വിങ്ങർ എന്ന രീതിയിൽ റൈറ്റിലെ നവറവും അതുപോലെ തന്നെ ലെഫ്റ്റിലെ ലിസ്റ്റനും വരുമ്പോൾ ഇവർ കുറച്ചുകൂടി ഗോൾ സ്കോറിങ് അല്ലെങ്കിൽ അറ്റാക്കും തേർഡിൽ പ്രത്യേകിച്ച് ബോക്സിനകത്തൊക്കെ നല്ല രീതിയിൽ ഇൻവോൾവ് ആണ്. ഫസ്റ്റ് ഹാഫിൽ നമ്മുടെ സുനിൽ ഛേത്രി ഒരു ലോൺലി സ്ട്രൈക്കറായിട്ടും അതുപോലെ തന്നെ ബ്രാൻഡൻ ഫെർണാണ്ടസിനെ ഡ്രോപ്പ് ചെയ്തൊരു ഫ്രീ റോളിലാണ് കളിപ്പിച്ചത്. പക്ഷേ ഇങ്ങനെ കളിക്കുന്ന പല സിറ്റുവേഷനും ഒരു ലോൺലി സ്ട്രൈക്കർ എന്ന് പറയുന്ന ഒരു പ്രശ്നം പലപ്പോഴും ഫ്രണ്ടിൽ ആ സ്ട്രൈക്കർ ഒറ്റപ്പെട്ടു പോകുന്നു. അങ്ങനെ ഒരു പ്രശ്നം പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ചാൻസസ് ക്രിയേഷൻ്റെ കാര്യത്തിലാണെങ്കിലും കൂടുതലും ഡിപ്പെൻഡ് ചെയ്യേണ്ടത് ബ്രാൻഡൻ അല്ലെങ്കിൽ ആ ഒരു AMFനെ, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. പക്ഷേ ഇവിടെ ഈ രണ്ട് വിങ്ങേഴ്സും നല്ല രീതിയിൽ അറ്റാക്കിംഗ് വൈസ് ഇൻവോൾവ് ആയിട്ടാണ് കളിക്കുന്നത്. രണ്ടുപേരും ഇൻസൈഡിലേക്ക് നിന്നിട്ട് ഈ നൗറം മഹേഷ് ആണെങ്കിൽ ആ ഒരു ഹാഫ് സ്പേസിൽ നിന്നുകൊണ്ട് ത്രൂ ബോൾസ് കൊടുക്കുന്നുണ്ട്, ഷോട്ടുകൾക്ക് ശ്രമിക്കുന്നുണ്ട്. ആൻഡ് അങ്ങനെ നിന്നുകൊണ്ട് തന്നെ ആ നൗറം അകത്തേക്ക് കയറുന്ന സമയത്ത് റൈറ്റ് ബാക്കായിട്ട് ഒരു മാച്ച് കളിച്ച വാൽപ്പുയയ്ക്ക് ഓവർലാപ്പ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കിട്ടുന്നതും അവിടെ അദ്ദേഹം വാൽപ്പുയെ കണ്ടെത്തിയിട്ട് വാൽപ്പുയ ക്രോസിൻ്റെ രൂപത്തിൽ ബോക്സിനകത്തേക്ക് ബോളുകൾ ഡെലിവർ ചെയ്യുന്നത് നമ്മൾ കാണാൻ സാധിച്ചിരുന്നു. ഇപ്പം നമ്മൾ ആ ഒരു സ്വിച്ചിങ് അല്ലെങ്കിൽ ആ ഒരു കോമ്പിനേഷൻ, ഒരു വിങ്ങർ ഫുൾ ബാക്ക്, ആ ഒരു കോമ്പിനേഷൻ അധികം കണ്ടിട്ടില്ല സുഭാഷിഷ് ബോസും അതുപോലെ തന്നെ നമ്മുടെ ലിസ്റ്റൺ തമ്മിൽ. പക്ഷേ ലിസ്റ്റൺ എന്ന് പറയുന്ന പ്ലെയർ നല്ല രീതിയിൽ ഇൻസൈഡിലേക്ക് വരാനുള്ള ശ്രമങ്ങളും അവിടെ നിന്നുള്ള ബോൾ ഡെലിവറീസ് നമുക്ക് കാണുന്നുണ്ട്. ഫസ്റ്റ് ഹാഫിൽ തന്നെ ഈ രണ്ട് പ്ലേയേഴ്സും ബോക്സിനകത്തേക്ക് വരുന്ന ലിസ്റ്റൺ തന്നെ ബോക്സിനകത്ത് കയറി ഒരു കട്ട് ബാക്ക് ഒക്കെ കൊടുക്കുന്ന രീതിയിലുള്ള സിറ്റുവേഷൻ നമ്മൾ കാണുന്നുണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് വരികയാണെങ്കിൽ നൗറമിൻ്റെ ഒരുപാട് പാസുകൾ, അത് ഓവർ ഹെഡ് പാസുകളായിട്ടും അത് വർക്കായതും കണക്റ്റ് ആയതും ഇല്ലാതെയൊക്കെ ആയിട്ട് പോയുള്ള ഒരുപാട് പാസുകൾ കാണാം. ആൻഡ് അവിടെ എല്ലാം ഈ പറഞ്ഞ പോലെ നമ്മുടെ സ്ട്രൈക്കറിനെയും ഈ പറഞ്ഞ പോലെ അറ്റാക്കിംഗ് പ്ലെയറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് വിങ്ങേഴ്സിനെ ഓവർലാപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം വെച്ച് അവരെ കൊണ്ട് ക്രോസ് പറ്റുമെങ്കിൽ കൊടുക്കുക എന്ന് പറയുന്ന ഒരു രീതി മാത്രമല്ല, ഇവരെ നല്ല രീതിയിൽ ഇൻവോൾവ് ആക്കിയിട്ട് സെൻട്രലിയും ബോക്സിനകത്തുമൊക്കെ ഇവരെ കൊണ്ടുവന്നിട്ട് അറ്റാക്കിംഗ് വൈസ് നല്ല രീതിയിൽ ആ ഒരു ബോൾസ് പ്രൊവൈഡ് ചെയ്യാനും ചാൻസസ് ക്രിയേറ്റ് ചെയ്യാനും ഇവരെ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ മാച്ചിൻ്റെ ആ ഒരു സ്കോർ കാർഡ് ലാസ്റ്റ് കാണിക്കുമ്പോൾ ലിസ്റ്റൻ കൊളാസോയ്ക്ക് ഒരു ഗോളും ഒരു അസിസ്റ്റും നൗറം മഹേഷിന് ഒരു അസിസ്റ്റും ഉണ്ട്. സോ ഈ രീതിയിൽ ഇവരെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ ഈ ഒരു മാച്ചിൽ സാധിച്ചിട്ടുള്ളത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. സോ അവരുടെ വിങ്ങേഴ്സിനെ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി ഡിഫറൻ്റ് ആയിട്ട് അറ്റാക്കിൽ ഇൻവോൾവ് ആവുന്ന രീതിയിൽ, സെൻട്രലിൽ വരുന്ന രീതിയിൽ, അറ്റാക്കിംഗ് സൈഡിൽ നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ, ക്രോസുകളെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ അവരുടെ ഷോട്ടുകളെയും ചാൻസസ് ക്രിയേഷനെയും നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ ഈ മാച്ചിൽ അനുഭവപ്പെട്ടു. പക്ഷേ അത് എവിടേക്കോ ഒന്ന് ഒരു പെർഫെക്ഷനിലേക്ക് എത്താറുണ്ട്. പ്രത്യേകിച്ചും നൗറമിൻ്റെ ഒരുപാട് ഷോട്ടുകളും ഒരുപാട് പാസുകളും കണക്റ്റ് ആവാതെ പോകുന്നുണ്ട്. ലിസ്റ്റൻ്റെ കുറേ ട്രൈസ് അത്തരത്തിൽ ഗോൾ പോസ്റ്റിലേക്ക് ഓൺ ടാർഗറ്റിലേക്കൊക്കെ വരുന്നുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ അല്ലെങ്കിൽ അവരുടെ ഗോൾ കീപ്പറിൻ്റെയും അവരുടെ ഡിഫൻസിൻ്റെയൊക്കെ മികവ് കൊണ്ട് കുറേയൊക്കെ ഗോൾ കൺവേർട്ട് ആവാതെ പോയിട്ടുണ്ട്. സോ അവിടെ ഒരു പെർഫെക്ഷൻ, അവിടെ കുറച്ചുകൂടി ഒരു ഡോമിനൻസ് നമുക്ക് കിട്ടേണ്ടതായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ ആ ഒരു ഐഡിയ നല്ലതായിരുന്നു, ആ ഒരു ടാക്ടിക്സ് നന്നായിട്ട് ഈ ഒരു മാച്ചിൽ ഇന്ത്യ ഇംപ്ലിമെൻറ്റ് ചെയ്തതായിട്ടും അതിൻ്റെ റിസൾട്ട് അത്യാവശ്യം നീറ്റായിട്ട് തന്നെ കിട്ടിയതുപോലെയും ഫീൽ ചെയ്യുന്നുണ്ട്. സോ അതുപോലെ തന്നെ ഒരു മാച്ച് ഒരു ലീഗിൻ്റെയൊക്കെ അവസാനത്തോട് അടുത്ത് വരുന്നതുകൊണ്ട് തന്നെ കുറച്ച് പുതിയ മുഖങ്ങളെ നമ്മൾ ലൈനപ്പിൽ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ആയുഷ് ഛേത്രി, അതുപോലെ തന്നെ റൈറ്റ് വിങ്ങിൽ വാൽപ്പുയ, അവസാന നിമിഷങ്ങളിൽ അഭിഷേക് ശർമ്മയും ബോറിസ് സിംഗിനെയൊക്കെ ചാൻസസ് കിട്ടിയിരുന്നു. സോ അവരൊക്കെ ആ ഒരു തുടക്കത്തിലെ മത്സരം, ഈ ലൈനപ്പിൽ വന്നിട്ടുള്ള രണ്ടുപേരെന്ന് പറയുന്നത് കൂടുതൽ ടൈം കിട്ടിയിട്ടുള്ളത് വാൽപ്പുയും അതുപോലെ തന്നെ ആയുഷ് ഛേത്രിയാണ്. അവർ അത്യാവശ്യം നന്നായിട്ട് ഡീസൻ്റ് ആയിട്ട് തന്നെ ഈ ഒരു മാച്ചിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും റൈറ്റ് വിങ്ങിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നൗറം മഹേഷിട്ട് കുറച്ചുകൂടി കോമ്പിനേഷൻസ് കളിക്കാനും മുന്നോട്ട് കയറി വരാനൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ കിട്ടിയത് വാൽപ്പുയേക്കാണ്. സോ അദ്ദേഹം ക്രോസുകളുടെ രൂപത്തിൽ 1-2 തവണ ബോക്സിനകത്തേക്ക് ബോൾ ഡെലിവർ ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ അതിൽ നിന്ന് ഗോൾ ചാൻസസ് ഗോളൊന്നും കൺവേർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അഭിഷേക് ശർമ്മ കുറച്ച് സമയത്തേ നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷേ ആ സമയം കൊണ്ട് എവിടേക്ക് ഒരു സ്പാർക്ക് എനിക്ക് അദ്ദേഹത്തിലും ഫീൽ ചെയ്യാൻ സാധിച്ചു. ആൻഡ് ഈ ഒരു
ഒരു മാച്ചിൽ ഡെബ്യൂട്ടാണ്, തിരിച്ചു വന്നിട്ടുള്ളൊരു പ്ലെയറാണ് സുനിൽ ഛേത്രി. അദ്ദേഹത്തിൻ്റെ സേവനം നമുക്ക് ഇനിയും മതിയായിട്ടില്ല. സോ ഇനിയും പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന റീസെൻ്റ് ആയിട്ടുള്ള ലീഗിൽ അതിൻ്റെ പെർഫോമൻസും ഗോളുകളുടെ എണ്ണവും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ടൈം ആയിട്ടില്ല എന്നുള്ളത്. സോ തിരിച്ച് വിളിച്ചു, തിരിച്ചു വന്നു, അധികം ഗോളും അടിച്ചിട്ടുണ്ട്. സോ ഒരേ സമയം അത് കൺസേണുമാണ്, നമുക്ക് ഹാപ്പിനെസ്സും തരുന്നുണ്ട്. കൺസേൺ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ നമുക്ക് ഇനിയും ഒരു ഇന്ത്യൻ സ്ട്രൈക്കറെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർ ഇന്ത്യൻ നമ്പർ 9 നമുക്ക് ഇപ്പോഴും കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ അയാളെ കൊണ്ട് ഗോൾ അടുപ്പിച്ച് തുടങ്ങാനോ പറ്റിയിട്ടില്ല. വീണ്ടും നമുക്ക് സുനിൽ ഛേത്രിയെ തന്നെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതൊരു കൺസേൺ ആണ്. പക്ഷേ അതേസമയം ഈ ഒരു പ്ലെയറിനെ ഇനിയും കൂടുതൽ ഇന്ത്യക്ക് വേണ്ടി ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇനിയും മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളത് അത് തിരിച്ചു വന്ന് നമുക്കത് പ്രൂവ് ചെയ്യുന്നത് കാണുമ്പോൾ ഒരു ഹാപ്പിനെസ്സും ഉണ്ട്. പക്ഷേ എന്തായാലും ഈ പറഞ്ഞ പോലെ ആ ഒരു കൺസേണിനെ പറ്റിയായിരിക്കാം ലോങ് ടൈമിൽ നമ്മൾ കൂടുതൽ ബോധേഡാവേണ്ടത്. സോ എന്തായാലും അതിൻ്റെ കുറച്ച് പ്ലേയേഴ്സ് ഇർഫാനും ഫാറൂഖ് ചൗധരിക്കൊക്കെ ചാൻസസ് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഈ പറഞ്ഞ പോലെ പ്ലേയേഴ്സിന് ചാൻസസ് കൊടുക്കുന്ന രീതിയിൽ മനോലോ മാർക്കസ് ഈ ഒരു മാച്ചിൽ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും മെയിൻ ആയിട്ടുള്ള മാച്ചസ് വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും ഈ ഒരു മാച്ചിൽ ഈ പറഞ്ഞ പോലെ അർഹിക്കുന്ന ആ ഒരു വിജയം, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു എതിരാളികളെ വെച്ച് നോക്കുമ്പോൾ അത്ര കടുപ്പമായിരുന്നില്ല. പ്രത്യേകിച്ചും തുടക്കം തൊട്ടേ നമുക്ക് അറ്റാക്ക് ചെയ്ത് കളിക്കാൻ പറ്റി. അവരിങ്ങോട്ടേക്ക് വളരെ കുറച്ച് മാത്രമാണ് നമ്മളെ ത്രട്ടൻ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള ചാൻസസ്. ഓൺ ടാർഗറ്റിലേക്ക് ഷോട്ടുകൾ പോലും അവർക്ക് വളരെ കുറവാണ്. സോ ആ ഒരു രീതിയിൽ ഡോമിനേറ്റ് ആയിട്ട് കളിക്കാൻ പറ്റിയ ഒരു മാച്ച്, അതിൻ്റെ റിസൾട്ടും നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ എന്തായാലും ഇന്ത്യൻ ടീമിൻ്റെ കുറച്ച് നാളുകൾക്ക് ശേഷമുള്ള ഒരു മാച്ച് ഒരു തുടക്കമാണ്, ഒരു പ്രിപ്പറേഷൻ്റെ രീതിയിൽ നമുക്ക് ഈ ഒരു മാച്ചിനെ കാണാം. സോ നോട്ടീസ് ചെയ്ത ഈ ഒരു കാര്യം മാത്രമാണ് ഷെയർ ചെയ്യാനുള്ളത്. എന്തായാലും ഈ ഒരു മാച്ചിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. നമുക്ക് എന്തായാലും മറ്റൊരു കാണാം. ബൈ.